CP ജോൺ. യെസ്, അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജാതി സെൻസസ് എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് പോലെയാണ്. അല്ല അല്ല കേട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് ഏതാണ്ട് 50 വർഷമായിട്ട് മാറിയിട്ടില്ല. അതോടെ നിൽക്കട്ടെ. എന്തായാലും ശരി, അദ്ദേഹം പറയുന്നതോടുകൂടി ഒരു കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇവിടെ ജാതിയും മതത്തെയും അദ്ദേഹം കൂട്ടിക്കുഴയ്ക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ PSC റൊട്ടേഷൻ അല്ലെങ്കിൽ അന്നത്തെ 10-50 വർഷക്കാലം മുമ്പ് അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്ഥാപിക്കുകയും മറ്റെല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ആ സംവരണ തത്വത്തിൽ പിന്നോക്കാവസ്ഥയാണ് പരിശോധിച്ചിട്ടുള്ളത്. ആ പിന്നോക്കാവസ്ഥയുള്ളത് ജാതിയാണോ മതമാണോ എന്ന് നോക്കിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കൺവെർട്ടഡ് ക്രിസ്ത്യൻസിന് വരെ ഇവിടെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ SIUC എന്ന വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് CSIയിലെ തന്നെ SIUC എന്ന് പറയുന്ന ആ വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ നാടാർ സമുദായമാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വിശ്വകർമ്മ വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്, ധീവരർക്ക് മാറ്റിവെച്ചിട്ടുണ്ട്, എല്ലാ ഉപവിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ VP സിംഗ് കൊണ്ടുവന്ന ആ സംവരണത്തിൽ പോലും ഇതുപോലെ ഉപവിഭാഗങ്ങൾക്കുള്ള OBC സംവരണമില്ല എന്നത് ആ സംവരണത്തിൻ്റെ കുറവും ഇവിടെ കേരളത്തിൽ എല്ലാ ഉപവിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് അതിൻ്റെ നേട്ടവുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞ ലാറ്റിൻ ക്രിസ്ത്യൻസിനേ ഉള്ളൂ. കാത്തലിക്സാണ് അവർ പോപ്പിനെ അംഗീകരിക്കുന്ന കാത്തലിക്സാണ്. അതിൽ സിറിയൻ ക്രിസ്ത്യൻസിനില്ല, ലാറ്റിൻ കാത്തലിക്സിനുണ്ട് എന്ന് പറയുമ്പോൾ ആ ലാറ്റിൻ കാത്തലിക് വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിൽക്കുന്ന ലാറ്റിൻ കാത്തലിക് വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ജാതിയെയും മതത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന ജാതി സെൻസസും ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെൻ്റ് ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തിലേക്ക് വന്നപ്പോൾ കൂടുതൽ ഇതിനെ കൂടുതൽ മോശമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൗർഭാഗ്യകരമാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഇന്ത്യയിലെ മുസൽമാന്മാരെ കുറിച്ച് മാത്രമാണ് പഠനം ഉദ്ദേശിച്ചിരുന്നത്. തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിച്ചത്. അവിടെ നമ്മൾ കണ്ടു ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും കുറച്ച് പേരൊക്കെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ഷോക്കേസബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. അത് ഹിന്ദു OBCയിലും സമ്പന്നരായ കുറച്ച് ആൾക്കാർ കാണും. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെല്ലാം സമ്പന്നരാണ് എന്ന് പറയുന്ന പോലെയല്ല. പഠനം വന്നപ്പോൾ എന്താണ് മനസ്സിലായത്? പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ UPയിലെല്ലാം മുസ്ലിം ജനസാമാന്യത്തിൽ പല പോക്കറ്റുകളിലും ചെന്നപ്പോൾ അവിടുത്തെ SC വിഭാഗങ്ങളെക്കാൾ അവർ സാമ്പത്തികമായി സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താവണം? ഇപ്പം നമ്മൾ തർക്കിച്ച് ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ലക്ഷ്യം പിന്നോക്കാവസ്ഥയെ മറികടക്കണം. ആ മറികടക്കുമ്പോൾ SC ST ഇപ്പം STയിൽ തന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻ കൺവേർട്ടുകളാണ് കൂടുതൽ. അവർക്ക് സംവരണം തുടരുന്നുണ്ട്. നമ്മുടെ ആസാമിൻ്റെ കിഴക്കുള്ള പ്രദേശങ്ങളിൽ അവർ മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻസാണ്. ആ ക്രിസ്ത്യൻസിൻ്റെ സംവരണം ST സംവരണം തുടരുന്നുണ്ട്. അതിൽ BJPക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളിതിനെ ജാതി മതം എന്ന രീതിയിൽ തിരിക്കുന്നതിന് പകരം പിന്നോക്കാവസ്ഥ മുന്നോക്കാവസ്ഥ, കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ക്രിസ്തുമത വിശ്വാസികളിൽ ഈ മുന്നോക്ക ക്രിസ്ത്യാനിയൊന്നും ഇല്ലെങ്കിലും ജാതീയമായി അവരുടെ പിന്നോക്കാവസ്ഥയെ പരിശോധിച്ചപ്പോൾ 931 സെൻസസ് അനുസരിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി മുന്നോക്കാവസ്ഥയുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ OBC വിഭാഗത്തിൽ പെടാതിരുന്നത്. ബാക്കി ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെല്ലാം, മിക്കവാറും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെല്ലാം ഒന്നുകിൽ SC ആണ്, അല്ലെങ്കിൽ OBC ആണ്, അല്ലെങ്കിൽ ST ആണ്. കേരളത്തിൽ മാത്രമാണ് നമ്മുടെ മധ്യ കേരളത്തിൽ കോട്ടയം മുതൽ അല്ലെങ്കിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ പോലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഇന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികളിലെ ഒരു ചെറു ന്യൂനപക്ഷമാണ് അവർ. അപ്പോൾ അവർക്ക് മുന്നോക്കാവസ്ഥയുള്ളതുകൊണ്ട് അവരെ അതൊന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നമ്മൾ ഗൗരവമായിട്ട് പോകുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടത് പിന്നോക്കാവസ്ഥയാണ്, റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിന്റുവിലേക്ക് മടങ്ങി വരാം. Debate with Dr. Arun Kumar.